അതെ, നിങ്ങളെ കോഴി ഫിഷ് ആട്ടെ എന്ന് കേട്ടുക്കണോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇതെന്നാത്ത സാധനം ആണല്ലേ? ബാ ഇപ്പോൾ ശരിയാക്കി തരാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡാണ്. ഇനി ഇതും വേണം നമ്മൾ താജ്മഹൽ നമ്മൾ പണിത്. താജ്മഹലല്ല, കോഴി ഫിഷ് ആട്ട്. പിന്നെ വേറൊരു കാർഡ്ബോർഡിൽ ഇതേപോലെ ഫിഷിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഷേപ്പിന് എന്താ പേര് പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഡിക്ഷണറിയിൽ ഇതിന് ആർച്ച് ഷേപ്പ് എന്ന് പറയാം. നീണ്ട ആർച്ച് ഷേപ്പ്. ഇതുവഴി ഇതിൻ്റെ മേലൊന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ചുറ്റിക്കൂട്ടി എല്ലായിടത്തുനിന്ന് ഫില്ല് ചെയ്തുക. ചുരുട്ടുകൂട്ടി പേപ്പർ ഷേപ്പിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വാഷി ടേപ്പും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി വേറെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വാഷി ടേപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്തിട്ട് ടിഷ്യൂ ഇതേപോലെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുളം ഉണ്ടാക്കണം. അതിന് ഞാൻ ഇവിടെ അക്വാ ബ്ലൂ പെയിൻറ്റ് സെൻറ്ററിലായിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൈ ബ്ലൂ പിന്നെ ഡാർക്ക് ബ്ലൂ ആ ഒരു ഓർഡറിലാണ് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുളത്തിന് താമര ഇല്ലെങ്കിലും താമരയുടെ ഇല വേണം. അതിന് റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം കോൺ പോലെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ടോട്ടലായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അടിച്ചെടുത്തിട്ട് യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എന്ത് റെഡിയായി? താമരയുടെ ലീഫ് റെഡി. ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു മൊത്തക്കണക്കിന് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ ഉണങ്ങാൻ വെച്ച കോഴി ഫിഷില്ലേ അതിനെടുക്കുക. ബേസായിട്ടൊരു വൈറ്റ് കോട്ട് അടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കളർ ചെറുതായിട്ട് മാറിയിട്ടുള്ളൂ. റെഡും യെല്ലോയും നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് വൃത്തിക്കൊന്ന് അടിച്ചെടുക്കുക. പിന്നെ എന്താ മീനെ കുളത്ത് കൊണ്ടുപോയിടണം. ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോളും വാട്ടറില്ലേ അതൊന്ന് പോളിഷ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കോഴി ഫിഷ് ആട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.